ഗൈസ്, ഒറ്റനോട്ടത്തിൽ കണ്ട പോലീസുകാർ റെയ്ഡും കഴിഞ്ഞ് പൊക്കിക്കൊണ്ട് പോണ പോലെ തോന്നുമെങ്കിലും അതൊന്നുമല്ല. ഞങ്ങളുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയാൻ നേരത്ത് ഏകദേശം 700 വർഷം പഴക്കമുള്ള ഒരു അമ്പലത്തിലോട്ടാണ് ഞങ്ങൾ യാത്ര പോകുന്നത്. മറ്റ് ആരാധനാലയങ്ങളിലൊന്നും കണ്ടുവരാത്തൊരു പ്രത്യേകത ഇവിടെയുണ്ട്. അതായത് ക്രിസ്ത്യൻസിനും ഹിന്ദുസിനും മുസ്ലിങ്ങൾക്കും എല്ലാവർക്കും പോകാൻ പറ്റിയ ഒരു അമ്പലമാണിത്. ഇതിന് കാരണം എന്ന് പറയാൻ നേരത്ത് ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുമ്പോൾ മുത്തപ്പനാണ്. ഇദ്ദേഹം എന്ന് പറയാൻ നേരത്ത് ചവിട്ടിത്താഴ്ത്തപ്പെടുന്നവരുടെയും ദരിദ്രരുടെയൊക്കെ ഒരു ദൈവമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇപ്പോൾ മതമേതായിക്കോട്ടെ, ഏത് മതത്തിലാണേലും ഒരു 70% ആൾക്കാരെങ്കിലും ദാരിദ്ര്യമോ അല്ലെങ്കിൽ ചവിട്ടിത്താഴ്ത്തലൊക്കെ അനുഭവിച്ചിട്ടുള്ളവരായിരിക്കും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും. സോ ആർക്ക് വേണമെങ്കിലും ഇവിടെ വരാവുന്നതാണ്. ഓൾ ആർ വെൽക്കം. ഞങ്ങൾ ചെന്നപ്പോൾ ഏകദേശം ഉച്ചയായിരുന്നു കേട്ടോ. ഉച്ചയ്ക്ക് 2:30 മുന്നേ വരെ നമുക്കിവിടെ നിന്ന് ഊണ് കൊടുക്കുന്നതായിരിക്കും. ബോയ്സിനും ഗേൾസിനൊക്കെ സെപ്പറേറ്റ് ലൈനാണ് കേട്ടോ. സെപ്പറേറ്റ് സ്ഥലത്തിരുത്തായിരിക്കും കഴിക്കുന്നത്. അന്ന് കഴിക്കാൻ ഞങ്ങൾക്ക് ചോറും സാമ്പാറും മോരുമാണ് കിട്ടിയിരുന്നത്. രാവിലെ ഒന്നും കഴിക്കാതിരുന്നതുകൊണ്ട് തന്നെ നല്ല സ്വാദം ഉണ്ടായിരുന്നു. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നായകൾക്ക് പ്രവേശനമുള്ള ഏക അമ്പലമാണ്. നടയുടെ അകത്ത് വരെ നായക്ക് കയറാവുന്നതാണ്. അതിന് കാരണം എന്ന് പറയുമ്പോൾ മുത്തപ്പൻ്റെ കാവൽക്കാരനായിട്ടാണ് ഈ നായകളെ കണക്കാക്കപ്പെടുന്നത്. പിന്നെ ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞ് ഇവിടെ ബോട്ട് സർവീസൊക്കെ ഉള്ളതാണ് കേട്ടോ. അമ്പലത്തിന് നേരെ പുറത്തായിട്ട് ഏകദേശം 40 രൂപയാണ് ഒരു ചെറിയ റൈഡിന് വരുന്നത്. ബോട്ടൊക്കെ കയറ്റി 2 ചുറ്റ് കുറ്റിയിട്ട് അവർ കൊണ്ടുവരും. പിന്നെ അമ്പലത്തിലോട്ട് വന്ന വഴിയും ഇറങ്ങുന്ന വഴിയും ഇഷ്ടം പോലെ കടകളുണ്ട് കേട്ടോ. കുറേ ഓർണമെൻറ്റ്സ്, കളിപ്പാട്ടം, അങ്ങനെ കുറേ ഐറ്റംസ് ഇവിടെ വാങ്ങാൻ കിട്ടുന്നതായിരിക്കും. പിന്നെ തെയ്യം കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ കേരളത്തിൽ എല്ലാ ദിവസവും തെയ്യം നടക്കുന്ന ഏക അമ്പലം ഇതാണ്. ഡീറ്റെയിൽസ് കമൻറ്റ് ബോക്സിൽ ഉണ്ട്.